സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനം ഈജിപ്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, നമ്മുടെ പഴയ ഈജിപ്തിൽ തന്നെ. ഇത് വാസ്തവത്തിൽ തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. അബദ്ധത്തിലാണെങ്കിലും ട്രംപ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 3000 വർഷം മുമ്പ് തുടങ്ങിയ പ്രശ്നമാണിത്. വാസ്തവത്തിൽ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അവരുടെ ഗുരു ഇവിടെ ഉണ്ടായിട്ട് 1500 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ വാസ്തവത്തിൽ ഈ തിന്മ, ഇസ്രായേലിനെതിരെയുള്ള ഈ തിന്മ, ഇത് 2500ഓളം വർഷം മുമ്പ് തുടങ്ങിയ സംഗതി തന്നെയാണ്. അന്ന് ഫറവോയുടെ കൊട്ടാരത്തിൽ ഇസ്രായേൽക്കാരെ വംശഹത്യ നടത്താൻ തുടങ്ങിയ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന്, ഫറവോയുടെ കീഴിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ രക്ഷപ്പെട്ടു പോരാൻ ശ്രമിക്കുമ്പോൾ, മോശയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെട്ടു പോരാൻ ശ്രമിക്കുമ്പോൾ, അന്ന് അവരെ വംശഹത്യ നടത്തുവാൻ വേണ്ടി അവരെ പിന്തുടർന്നെത്തിയ അതേ ശക്തി തന്നെയാണ് ഇന്നും ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ശക്തിയുടെ ഉറവിടമായ, ഇരിപ്പിടമായ ഈജിപ്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പഴയ ഈജിപ്തിലേക്ക്, അതേ ഈജിപ്തിലേക്ക്. 1948-ലും 1967-ലും 1973-ലും ഈജിപ്ത് തന്നെയാണ് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് ഇസ്രായേൽ അവരെ ചവിട്ടിത്തേച്ച് ഇല്ലാതാക്കിയത് കൊണ്ട് അവർ കിടന്ന സ്ഥലത്ത് കിടന്നുകൊണ്ട് പറ്റുന്ന സഹായം, അവിടെ നിന്നാണ് ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങളുടെ എല്ലാത്തിൻ്റെയും അമ്മയായിട്ടുള്ള പ്രസ്ഥാനം ഉടലെടുക്കുന്ന ഈജിപ്തിൽ നിന്നാണ്. ആ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വിവിധ കൈവഴികളിലൂടെ പുറപ്പെട്ടു വന്നതിന്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന സാധനമാണ് ഹമാസ്. അപ്പൊ ആത്യന്തികമായിട്ട് ഈ ചർച്ച ഇപ്പോൾ ഈജിപ്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ, അറബ് രാജ്യത്തിന്റെ പ്രതിനിധികൾ, ഇസ്രായേലിന്റെ പ്രതിനിധികൾ, കൂടാതെ ഭീകരന്മാരുടെ പ്രതിനിധികളും, ഇത്രയും ആളുകൾ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാത്തിരുന്നേ കാണാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് പിന്നീട് വരാം. ഞാൻ ഇന്ന് പ്രധാനമായും ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മളുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നൈജീരിയയിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുന്നില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരികയും, നൈജീരിയയിലെ കുട്ടികൾക്ക് പേരുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ, നൈജീരിയയെയും ഗാസയെയും കൂട്ടിക്കെട്ടാനാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറി മനുഷ്യരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ എന്ത് പോക്കരത്തരവും കാണിക്കുന്ന ആളുകളുടെ പേരാണ് സെലിബ്രിറ്റി. ആര് പണിയെടുക്കാൻ വിളിച്ചാലും പോകും, ഉദ്ഘാടനം ചെയ്യാൻ വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെച്ച് കെട്ടിക്കണം, ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും. അത്തരം ആളുകൾ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് എവിടെയും പ്രദർശന വസ്തുക്കളായി വരുന്ന കുറച്ച് ജീവികൾ. കെഫിയ എന്ന് പറയുന്ന പാലസ്റ്റീന്റെ അടയാളമാണ് എന്ന് പറഞ്ഞ ആളുകൾ ധരിക്കുന്ന ഒരു വസ്ത്രവും ധരിച്ച് പാലസ്റ്റീനിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും, അവർക്ക് വായിക്കാൻ അറിയാത്ത പേരുകളുള്ള പാലസ്റ്റീനിലെ കുട്ടികളുടെ പേരുകൾ തട്ടിമുട്ടി വായിക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. വാസ്തവത്തിൽ ഈ ആളുകളിൽ പലരും വിവാഹമോചിതരും സ്വന്തം മക്കളെക്കുറിച്ച് പരിഗണനയില്ലാതെ വിവാഹം നശിപ്പിച്ചു കളഞ്ഞവരൊക്കെയാണ്. അവരുടെ മക്കളുടെ കരച്ചിൽ പോലും കാണാൻ ശേഷിയില്ലാത്ത ആളുകളാണ് ഈ പാലസ്റ്റീനിലെ പേരറിയാൻ പറ്റാത്ത കുട്ടികളുടെ പേരും പറഞ്ഞ് നിലവിളിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. നമ്മുടെ നാട്ടില് പെഹൽഗാമില് നമ്മളുടെ സഹോദരങ്ങൾ ഹിന്ദുക്കളായതിന്റെ പേരിൽ മാത്രം ഇസ്ലാമിസ്റ്റുകളാൽ വധിക്കപ്പെട്ടപ്പോൾ ഇവരെ ആരെയും ഒരു സ്റ്റേജിലും കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഹിന്ദുക്കളാരും അല്ലെങ്കിൽ ഇന്ത്യക്കാരും, ഇന്ത്യൻ പൗരബോധമുള്ള ഇന്ത്യക്കാരും കാശ് കൊടുത്ത ഇത്തരം ആളുകളെ സ്റ്റേജിൽ കയറ്റിക്കൊണ്ട് നിർത്തി പ്രസംഗിപ്പിക്കുവാൻ മെനക്കെടുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന്റെ പേരിലാണ് ഇവര് എവിടെ നിന്നോ കാശ് വാങ്ങി സ്വന്തം മക്കളെ ഓർക്കാത്ത, സ്വന്തം രാജ്യത്തിലെ സഹോദരങ്ങളെ ഓർക്കാത്ത ഇവർ പാലസ്റ്റീനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, വംശഹത്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വംശഹത്യ എന്നുള്ള വാക്ക് പാലസ്റ്റീനിൽ പ്രയോഗിക്കാവുന്ന ഒരു സംഗതിയാണോ? പാലസ്റ്റീൻ വംശജർ എന്ന് പറയുന്ന ഒരു കൂട്ടരില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ പാലസ്റ്റീന എന്ന് പറയുന്ന വാക്ക് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. പിലാത്തോസ് പാലസ്റ്റീന റീജിയന്റെ ഗവർണറായിരുന്നു എന്ന് നമുക്കറിയാം. ഈ പാലസ്റ്റീന എന്നുള്ള വാക്ക് വാസ്തവത്തിൽ റോമാക്കാര് BC 2-ാം നൂറ്റാണ്ടില് ഇസ്രായേൽ അടങ്ങുന്ന ഒരു വലിയ പ്രദേശത്തിന് ഇട്ട പേരാണ്. അത് അവിടെ അതിനു മുൻപ് അന്ന് അവർ വരുന്ന സമയത്ത് ഫിലിസ്തീൻ അവിടെ ഇല്ല. ഫിലിസ്തീൻ ഒരു BC 1000 കൂടിയൊക്കെ തന്നെ ഫിലിസ്തീന്റെ കാര്യം കഴിഞ്ഞതാണ്. അപ്പൊ ഈ ഫിലിസ്ത്യർ എന്ന് പറയുന്ന ഒരു കൂട്ടർ ജീവിച്ചിരുന്ന സ്ഥലം എന്ന പേരിലാണ് ഈ സ്ഥലത്തിന് പാലസ്റ്റീന എന്ന പേരിടാൻ കാരണമുണ്ടായത്. വാസ്തവത്തിൽ ഈ ഫിലിസ്ത്യർ എന്ന് പറയുന്നത് ജൂതന്മാർക്ക് അങ്ങേയറ്റം വിരോധമുള്ള ആളുകളാണ്. കാരണം നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നുണ്ട്, ജൂതന്മാരുടെ വാഗ്ദാന പേടകം
തട്ടിക്കൊണ്ടുപോകാൻ ഫിലിസ്തർ തട്ടിക്കൊണ്ടുപോകുന്നതിൽ ഫിലിസ്തർ വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക് ഫിലിസ്തീനോട് അങ്ങേയറ്റം വെറുപ്പും വിരോധവുമാണ്. അപ്പൊ അവരുടെ പേര് കേൾക്കുന്നത് ജൂതന്മാർക്ക് ഇഷ്ടമല്ല. അപ്പൊ ജൂതന്മാരെ വെറുപ്പിക്കാൻ വേണ്ടി ആ ഒരു റീജിയണ് റോമാക്കാർ ഇട്ടുകൊടുത്ത പേരാണ് പലസ്തീന എന്നുള്ള പേര്. ആ പേരെടുത്തു വെച്ച് ഇവര് അത് കഴിഞ്ഞ് ഏതോ കാലത്ത് ഇവിടെ വന്ന ബദാവികളായിട്ടുള്ള അറബികൾ ഞങ്ങളാണ് പാലസ്തീനികൾ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? നമുക്കറിയാവുന്നതുപോലെ AD 7-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് അവിടെ ഖലീഫമാരെത്തിയിട്ടുള്ളത്. ഖലീഫമാരെത്തി ആ സ്ഥലം പിടിച്ചടക്കിയെന്നല്ലാതെ ആ ഭാഗത്ത് അറബികൾ താമസമൊന്നും ആക്കിയിരുന്നില്ല. കുറെ കാലം അതിങ്ങനെ വിജനമായിട്ട് കിടന്നു. അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ താമസം ഉണ്ടായിരുന്നു. പിന്നീടാണ് ബദാവികൾ എന്ന് പറയുന്ന ഈ ആട് മേച്ച് നടക്കുന്ന ഒട്ടകങ്ങളെ മേച്ച് നടക്കുന്ന അറബികള് ഇറാഖിൽ നിന്നും ജോർദാനിൽ നിന്നും യമനിൽ നിന്നും ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ ഭാഗത്തേക്ക് ആടുതീറ്റി എത്തുകയും അങ്ങനെ അവർ ആടുതീറ്റി വന്നവരോട് താൽക്കാലിക വാസസ്ഥലമാക്കുകയും ചെയ്തു. ചിലരത് പെർമനന്റ് വാസസ്ഥലമാക്കി. അങ്ങനെയാണ് അവിടെ അറബ് വംശജരെത്തുന്നത്. അപ്പൊ അവിടെ താമസിക്കുന്നവരാരും പാലസ്തീൻ വംശജരല്ല, അത് അറബ് വംശജരാണ്. അത് അവരുടെ കെഫിയ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കെഫിയ എന്ന് പറഞ്ഞ സാധനം എല്ലാ അറബികളും ഇടുന്ന സാധനമാണ്. നമ്മൾക്ക് അറബികളെ കണ്ട് പരിചയമില്ലാന്നേ ഉള്ളൂ. യാസർ അറാഫത്ത് ലോകം മുഴുവൻ നടന്ന് ഈ പാലസ്തീനികളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അയാൾ ധരിച്ചിരുന്ന ഒരു സ്കാർഫ് എന്ന നിലയിലാണ് ഈ കെഫിയായിക്ക് ഇത്രയധികം പ്രശസ്തി കിട്ടിയത്. അത് പാലസ്തീനി മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല, മുഴുവൻ അറബികളും ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ നിന്ന് തന്നെ അവർ അറബ് വംശജരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പം പാലസ്തീൻ വംശജർ എന്ന് ഉപയോഗിക്കുന്ന ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന വിവരം കെട്ട ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വംശം ഇല്ല എന്നുള്ളതാണ്. ആ പ്രയോഗം തെറ്റാണ്. ഇവിടെ ബദാവികളാണ്, അറബ് ബദാവികളാണ്. ഇസ്രായേൽ രാജ്യത്തിനുള്ളിൽ തന്നെ ഏകദേശം 10% ബദാവികൾ മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അറബ് ബദാവികൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ തല്ലുന്ന ആളുകളാണ്. തമ്മിൽ അവരുടെ ഗോത്ര സ്വഭാവമാണ്. ഈ 2025 മാത്രം 125 ബദാവികൾ തമ്മിൽ തല്ലി ചത്തിട്ടുണ്ട് ഇസ്രായേലിനകത്ത് മാത്രം. അത് ഈ കഴിഞ്ഞ ദിവസം 3 പേര് മരിക്കേണ്ട, അതിനെ തുടർന്ന് പത്രങ്ങളിൽ വന്ന ഒരു കണക്കാണ്. ഇപ്പോഴത്തെ മരണത്തിന് ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളുടെ ഉത്തരവാദിത്വം 10 വട്ടം ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദി ആരാണ്? അത് പൂർണ്ണമായും ഹമാസാണ്. വേറെ ആർക്കും അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഈ നിലവിളിക്കുന്ന ആരോടും ചോദിച്ചിട്ടല്ല ഹമാസ് അന്ന് പോയിട്ട് 2023 ഒക്ടോബർ 7 ഇസ്രായേലിന്റെ വീട്ടിൽ കയറി അവിടെ കുഞ്ഞുങ്ങളെ പിടിച്ച് നിലത്തടിച്ച് കൊന്നതും അവിടുത്തെ പെണ്ണുങ്ങളെ പിടിച്ച് സ്ട്രെയിറ്റ് ഇട്ട് ബലാത്സംഗം ചെയ്തതും വൃദ്ധരെ ചവിട്ടി അരച്ച് കൊന്നതും അങ്ങനെ 1500-ലധികം ആളുകളെ അവിടെ ഇട്ട് തന്നെ ചുട്ടു കൊന്നതിന് ശേഷം 250 ആളുകളെ മരിച്ചവരെയും ജീവിക്കുന്നവരെയും ചുമന്ന് കെട്ടി ഗാസയിലേക്ക് കൊണ്ടുപോയത് ഇനി നിലവിളിക്കുന്ന ആരോടും ചോദിച്ചിട്ടല്ല. അവർ കാണിച്ച തോന്നിയവാസമാണിത്. ആ തോന്നിയവാസത്തിന്റെ മറുപടിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ പോലത്തെ അതിശക്തമായ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ തിരിച്ചു കിട്ടിയാലെന്ന് ഇവർ വിചാരിച്ചോ? എന്ത് വിചാരിച്ചുകൊണ്ട് ഇവർ അകത്ത് കയറി? നമുക്കറിയില്ലേ, ശക്തിയുള്ളതിനടിച്ചാൽ തിരിച്ചു കൊണ്ടുവന്നറിയില്ലേ? തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അതിനകത്ത് കയറി ആ ആക്രമണം കാണിച്ചത്. ഇത് തിരിച്ചു കിട്ടുന്നവർക്ക് അറിയാമായിരുന്നു. അവരുടെ യുദ്ധമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ യുദ്ധമുഖത്ത് നിന്ന് അപ്പോൾ തന്നെ അവർ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റേണ്ടതായിരുന്നു. ഈ ഇസ്രായേൽ ഒറ്റ അടിക്കോട് കയറുകയല്ല ചെയ്തത്. ഇവർ ഈ ആക്രമണവും കഴിഞ്ഞ് തിരിച്ചുപോയി ഏകദേശം 12 മണിക്കൂറിന് ശേഷമാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയത്. യുദ്ധം പ്രഖ്യാപിച്ച ശേഷമാണ് യുദ്ധം തുടങ്ങിയത്. ഒരറ്റം മുതൽ ഇസ്രായേൽ പതുക്കെ അങ്ങോട്ട് കയറുക, ഞങ്ങൾ ഇന്ന ഭാഗങ്ങൾ തകർക്കാൻ പോവുകയാണ്. അങ്ങനെ തകർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു നിൽക്കാൻ എപ്പോഴും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോഴാക്രമണം നടത്തുമ്പോഴും അവർ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് ആക്രമണം നടത്തുന്നത്. കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അവിടെ നിന്ന് മാറി നിൽക്കാനേ ഉള്ളൂ. ആക്രമിക്കേണ്ടവർ, യുദ്ധം ചെയ്യേണ്ടവർ മാത്രം അവിടെ നിന്നാൽ പോരെ. യുദ്ധം ചെയ്യേണ്ടവന് ശക്തിയില്ല. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? അവൻ ഹ്യൂമൻ ഷീൽഡായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നു. സ്ത്രീകളെ പുണ്യമാണ് എന്ന് വിചാരിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നു. 2 കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തവൾ, 3 കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഈ ഗാസ റീജിയനിലുള്ള സ്ത്രീകളെ ഇങ്ങനെ ആരാധ്യ സ്ത്രീകളാക്കി വെച്ചിരിക്കുകയാണ്. 5 കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്ത സ്ത്രീകൾ അവിടെ ഈ മറ്റു മതങ്ങളിലൊക്കെ പുണ്യവതികൾ എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറിപ്പെടുത്തി ഇവർ ആരാധിച്ചു കൊണ്ട് നടക്കുകയാണ്. അപ്പൊ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അവരുടെ പെർമിഷനോടെ കുഞ്ഞുങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്ന കുഞ്ഞിനെ മരണത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുന്ന സംഭവമാണ് ഇന്ന് ഗാസയിൽ നടക്കുന്നത്. ഗാസയിലെ ഓരോ മരണത്തിനും ഉത്തരവാദി ഹമാസ് മാത്രമാണ്. അവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ അതെ, സ്ത്രീകൾ മരിക്കുന്നുണ്ടെങ്കിൽ അതെ, ഹമാസുകാരൻ മരിക്കുന്നുണ്ടെങ്കിലും അതെ. അവൻ തുടങ്ങി വെച്ച യുദ്ധത്തിൽ നിന്ന് അവന്റെ സ്ത്രീകളെയും അവന്റെ കുഞ്ഞുങ്ങളെയും അവന്റെ വൃദ്ധരെയും സംരക്ഷിക്കാതെ, അവരെ യുദ്ധമുഖത്ത് മാറ്റി നിർത്താതെ, അവരെ കൊണ്ടുവന്ന് യുദ്ധമുഖത്ത് മുൻപിൽ നിർത്തി അവരെ ബലിയാടുകളാക്കി
രോഗികളാക്കി അവർ മരിച്ച ശേഷം മാത്രം തങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക, ആശുപത്രികൾ യുദ്ധത്താവളങ്ങളാക്കുക, സ്കൂളുകൾ യുദ്ധത്താവളങ്ങളാക്കുക, വൃദ്ധമന്ദിരങ്ങൾ യുദ്ധത്താവളങ്ങളാക്കുക, അനാഥ മന്ദിരങ്ങൾ യുദ്ധത്താവളങ്ങളാക്കുക, എന്നിട്ട് അത് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അങ്ങനെ ലോകത്തിന്റെ മുൻപിൽ സൃഷ്ടിച്ച പുകമുറയൊക്കെ ഇന്ന് ഏകദേശം മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ആരും ഇവർക്ക് വേണ്ടി പറയുന്നില്ല. ഇന്ന് ഇവർക്ക് വേണ്ടി കരയുന്ന എല്ലാവരും, അത് യൂറോപ്പിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ഇന്ന് കണ്ണീരൊഴുക്കുന്നവർ ഒഴുക്കുന്ന മുതലക്കണ്ണീരാണ്. അത് ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. ഒന്നോർക്കണം, ഇന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആരോടും പെർമിഷൻ ചോദിച്ചിട്ടല്ല അന്ന് ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയത്. അന്ന് ഇസ്രായേലിൽ ഇതുപോലെയുള്ള നരഹത്യ നടത്തിയ സമയത്ത് ഉറങ്ങിക്കിടന്നവനെ കയറി ആക്രമിച്ചപ്പം, പിഞ്ചു കുഞ്ഞുങ്ങളെ ചവിട്ടി അരച്ച് കൊന്നപ്പം, പിഞ്ചു കുഞ്ഞുങ്ങളെ അബ്യൂസ് ചെയ്തപ്പോൾ, ഇവർ ലൈംഗിക കുറ്റം, ലൈംഗിക വൈകൃതങ്ങളുള്ള ആളുകളാണ്. ഇവർ ചെല്ലുന്നിടത്തെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അവർ റേപ്പ് നടത്തും, കുഞ്ഞുങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഈ കരയാൻ പോയ ഒരാളെയെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ കണ്ടോ? പെഹൽഗാമിന് വേണ്ടി കണ്ടില്ല, ഈ കാര്യത്തിന് വേണ്ടി കണ്ടില്ല. നിങ്ങൾ നിലവിളിക്കാൻ വന്നത് ഈ ഹമാസിന് വേണ്ടി മാത്രമാണെന്ന് ഓർക്കണം, ഈ ഭീകരന്മാർക്ക് വേണ്ടി മാത്രമാണ് എന്നോർക്കണം. ഈ യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ ഏത് നിമിഷവും ഹമാസിന് കീഴടങ്ങാമായിരുന്നു. ഹമാസിന് കീഴടങ്ങിയാൽ ആ നിമിഷം ഈ യുദ്ധം തീരുമായിരുന്നു. അവർ പിടിച്ചോണ്ട് പോയ ബന്ദികളെ തിരിച്ചു കൊടുത്താൽ ഇസ്രായേൽ അന്ന് യുദ്ധം നിർത്തി അവിടെ വെച്ച് ആ പോയിന്റിൽ വെച്ച് അവസാനിക്കുമായിരുന്നു. ഒരിക്കൽ പോലും അവരതിന് തയ്യാറായില്ല. അവർ ബന്ദികളെ കൊണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയും അവരുടെ സാധാരണക്കാരായ ആളുകളെ യുദ്ധമുഖത്തേക്ക് തള്ളിവിടുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഈ സമയം വരെ ഇത് തുടരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പിൻവാങ്ങാൻ ഒരിക്കലും അവർ ശ്രമിച്ചിട്ടില്ല. മരണം അവരെ ഇരന്നു വാങ്ങുകയായിരുന്നു. അവർ ജൂതന്മാരാണ്. ജൂതന്മാരുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതാണ്. കണ്ണിന് പകരം കണ്ണാണ്, അത് അവരുടെ പ്രമാണമാണ്, അവരുടെ യഹോവ കൊടുത്തിട്ടുള്ള നിയമമാണ്. അവർക്ക് കണ്ണിന് പകരം കണ്ണെടുക്കാം. അവരെ കൊന്നാൽ അവർ തിരിച്ചു കൊല്ലും. ഒരു കുഞ്ഞിന് പകരം ഒരു കുഞ്ഞല്ല, അവരുടെ കുഞ്ഞിന്റെ വില നിശ്ചയിക്കുന്ന അവരാണ്. അവരുടെ ഒരു കുഞ്ഞിന് പകരം അവർ 1000 കുഞ്ഞിനെ എടുത്തു കൊണ്ടുവരും. അത് അവരാണ് നിശ്ചയിക്കുന്നത്. അങ്ങോട്ട് പോയി കൊല്ലുമ്പോൾ ആലോചിക്കണം തിരിച്ചത് വരും എന്നുള്ളത്. എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് നോക്കിയില്ലേ? ഹിസ്ബുള്ള ഉണ്ടായിരുന്നില്ലേ? ഇസ്ലാമിക് ജിഹാദ് ഉണ്ടായിരുന്നില്ലേ? ISIS ഓഫ് ഇറാഖ് ഉണ്ടായിരുന്നില്ലേ? ഹൂത്തികൾ ഉണ്ടായിരുന്നില്ലേ? ഇതിനെല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് വന്ന ഇറാൻ ഉണ്ടായിരുന്നില്ലേ? സിറിയ ഉണ്ടായിരുന്നില്ലേ? തുർക്കി ഉണ്ടായിരുന്നില്ലേ? ഖത്തർ ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാവരും കൂടിയല്ലേ ശ്രമിച്ചു നോക്കിയത്? നടന്നോ? ഇസ്രായേൽ എല്ലാത്തിനും തവിട് പൊടിയാക്കി, എല്ലാത്തിനും ചവിട്ടി അരച്ചു കളഞ്ഞു. എന്തിന്? ഇവിടെ ഈ പാകിസ്ഥാൻ പോലും ഉണ്ടായിരുന്നു ഈ ഹമാസിനെ സഹായിക്കാൻ, ഇതിന്റെ പിന്നിൽ അണിനിരക്കാൻ. എല്ലാവരും കൂടി ഒത്തുചേർന്ന് പരമാവധി ശ്രമിച്ച് ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കെട്ടി ചാവാൻ പോകുമ്പോൾ ഇപ്പൊ കിടന്നുകൊണ്ട് തോറ്റമ്പി കഴിഞ്ഞപ്പോൾ കിടന്ന് നിലവിളിക്കുകയാണ്. അയ്യോ അയ്യോ ഞങ്ങളെ ചവിട്ടിക്കൊല്ലുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇവരുടെ സംഭരിക്കാവുന്ന സർവശക്തിയും സംഭരിച്ച്, തിന്മ സംഭരിക്കാവുന്ന സർവശക്തിയും, തിന്മയുടെ സർവശക്തിയും സംഭരിച്ച് ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങി തോറ്റമ്പി നിലവിളിക്കുമ്പോഴാണ് ആ നിലവിളിക്ക് മാറ്റുകൂട്ടാനാണ് നമ്മുടെ കേരളത്തിൽ അടക്കമുള്ള ജിഹാദികളെ സഹായിക്കുന്ന, ഹമാസിനെ സഹായിക്കുന്ന, മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ പണം വാങ്ങി സ്റ്റേജുകൾ കയറി ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഇത് തോറ്റമ്പിയവന്റെ നിലവിളി മാത്രമാണ്. ഇസ്രായേൽ ഒരു സഹതാപവും കാണിക്കുന്നില്ല. അവര് എന്താണോ ചെയ്തു വന്നത് അത് ഇന്നും തുടർന്നിട്ടുണ്ട്. നെഗോസിയേഷൻ ടേബിൾ നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടുന്നത് വരെ അങ്ങോട്ട് കൊടുക്കുന്ന അടിക്ക് യാതൊരു മയവും ഉണ്ടാവുകയില്ല എന്നുള്ള സർവ്വസൂചനയും അവർ നൽകിയിട്ടുണ്ട്. ബോധമുള്ള മനുഷ്യരൊക്കെ അവരുടെ പിന്നിലുണ്ട്. കാരണം നാളെ ഇത് നിങ്ങൾക്കിട്ട് ചെയ്യും. ഇത് നിങ്ങൾക്കിട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ഇന്ന് ഇസ്രായേൽ അത് അവിടെ ഇട്ട് അടിച്ചൊതുക്കി തീർക്കണം. പാമ്പിന്റെ പത്തി തകർത്തേ പറ്റൂ. ആ പത്തി ഉയർത്തി നിൽക്കാൻ ആ പാമ്പിന് ശേഷിയുണ്ടെങ്കിൽ ആ പാമ്പ് നിശ്ചയമായും അതിന്റെ വിഷവുമായി നിങ്ങളെ സ്പർശിച്ചിരിക്കും, നിങ്ങളെ കടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവസരം കിട്ടിയാൽ കടിക്കും. പത്തി അടിച്ചൊതുക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. ഇത് കൃത്യം മനസ്സിലാക്കിയിട്ടുള്ളത് ആധുനിക യുഗത്തിലെ മോശയായ നെതന്യാഹുവാണ്. അയാൾ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത ആളാണ്. ഇവിടെ കൊടുക്കുന്ന മുതലക്കണ്ണീരുകളൊന്നും അയാളുടെ മനസ്സിനെ അശേഷം സ്പർശിക്കുകയില്ല. കാരണം അയാൾ യുദ്ധം ചെയ്യുന്നത് അയാളുടെ വീട്ടിലുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. അയാളുടെ ഭവനമായ രാജ്യത്തിൽ കിടന്നുറങ്ങുന്ന ഓരോ കുഞ്ഞിനും വേണ്ടിയാണ്. നാളെ അവർ സമാധാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. നാളെ അയാളുടെ സ്ത്രീകൾ തെരുവിലിട്ട് ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. നാളെ അവരുടെ വൃദ്ധർ ചവിട്ടി അരച്ച് കൊല്ലപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ ഇക്കൂട്ടർ ഉണ്ടാവുകയില്ല എന്നുറപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത്. എന്തിന്? ഈസ്റ്റ് ബാങ്ക് ഓഫ് ദാറ്റ് റിവർ ഈസ് ദർ. ജോർദാൻ നദിയുടെ ഈസ്റ്റ് ബാങ്ക് അവിടെ ഇല്ലേ?
അതും ഇസ്രായേലിന്റെ ഭാഗം തന്നെയാണ്. അവരത് തിരിച്ചു ചോദിച്ചിട്ടില്ല. അത്ര വലിയ വേദനയുള്ളവർക്ക് അങ്ങനെ ഈസ്റ്റ് ബാങ്കിൽ കൊണ്ടുപോയി ഈ കൂട്ടരങ്ങ് പാർപ്പിക്കാനേ ഉള്ളൂ. ഇവർക്ക് വെസ്റ്റ് ബാങ്കും വേണ്ട, ഗാസയും വേണ്ട. ഇവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജോർദാനിൽ, അതായത് അവരുടെ ഒറിജിനൽ നാട്, അവര് ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ജോർദാനിൽ നിന്നും ഒക്കെ വന്ന ബദാവികളായിട്ടുള്ള അറബികളാണ്. അറബികളുടെ നാട്ടിൽ വസിക്കേണ്ടവരാണ്. ഈ ഇസ്രായേലിന്റെ ഒരു ഭാഗം ഇന്ന് ജോർദാന്റെ കയ്യിലുണ്ട്. ഈസ്റ്റ് ബാങ്ക് എന്നാണ് വിളിക്കുന്നത്, ജോർദാന്റെ ഈസ്റ്റ് ബാങ്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ജോർദാന്റെ ഈസ്റ്റ് ബാങ്ക്, ജോർദാൻ നദിയുടെ ഈസ്റ്റ് ബാങ്ക് ആയിട്ടുള്ള സ്ഥലത്ത് അങ്ങ് കൊണ്ട് പാർപ്പിച്ചാൽ മതി, ഇവരവിടെ പാർത്തോളും, ആരും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഈ പ്രശ്നത്തിലുള്ള യഥാർത്ഥ പരിഹാരം കണ്ടെടുക്കാതെ ഇത് നിരന്തരമായിട്ട് ഇസ്രായേലിന്റെ മണ്ണിൽ കിടന്ന് അവരെ കൊന്ന് അവരെ ബുദ്ധിമുട്ടിച്ച് അങ്ങ് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുന്നവർ കുറച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ ഒരിക്കലും നൈജീരിയയായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റില്ല. നൈജീരിയയിൽ സംഭവിക്കുന്നത് അന്തിക്രിസ്തുവിന്റെ ആളുകൾ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന സംഭവമാണ് അവിടെ ഉള്ളത്. നൈജീരിയ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യമല്ല, ഏകദേശം 24 കോടി മനുഷ്യർ അധിവസിക്കുന്ന രാജ്യമാണ്. അതിൽ ഏകദേശം പകുതിയോളം ക്രിസ്ത്യാനികളുമാണ്. അതിന്റെ തെക്ക് ഭാഗത്താണ് ക്രൈസ്തവര് കളക്റ്റീവായിട്ട് താമസിക്കുന്നത്. അതിന്റെ വടക്ക് ഭാഗത്ത് മുസ്ലിങ്ങളാണ് ഭൂരിഭാഗമുള്ളത്. അതിനകത്ത് വസിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് ഇവർ കൂടുതലായി ആക്രമിക്കുന്നത്. ക്രിസ്ത്യാനികളൊക്കെ കൃഷിക്കാരും പൊതുവെ മുസ്ലിങ്ങൾ പൊതുവെ ആട് മേയിച്ച് നടക്കുന്നവരും ആണ്, ആട് പശു മുതലായവയെ മേയിച്ച് നടക്കുന്നവരുമാണ്. ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ വർഗീയത കലർത്തി കൊണ്ടുവന്ന് ഇപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊല്ലുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. ഗാസയിലൊക്കെ ഉള്ളത് യുദ്ധമാണ്, മറ്റേ സ്ഥലത്ത് യുദ്ധമല്ല. നിരായുധരായ മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ കൈ പിന്നിൽ കെട്ടി കഴുത്തറുത്ത് കൊല്ലുന്ന സംഭവമാണ്. അല്ലെങ്കിൽ അവരെ കൈ കെട്ടി വെച്ചിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന സംഭവമാണ്. അള്ളാവിന്റെ പേരും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് ഓർക്കണം. ദൈവത്തിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്ന സംഭവമാണ്. അന്തിക്രിസ്തുവിന്റെ ആളുകൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന സംഭവമാണ്, വിശുദ്ധരെ ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹമാസിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാവുകൾ, ഇവരുടെ പേരുച്ചരിക്കാനുള്ള വിശുദ്ധിയൊന്നും അവർക്കില്ല. എറണാകുളത്ത് ഹമാസിന്റെ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടവർ ഏത് തരം ഉടുപ്പിട്ടവരാണെങ്കിലും അവർക്ക് നൈജീരിയയിൽ വധിക്കപ്പെടുന്ന ആളുകളുടെ പേരുച്ചരിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് സത്യം. ഗാസയിൽ മരിക്കുന്ന മനുഷ്യര് പിശാചിന്റെ പ്രവൃത്തികളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ മരിക്കുന്നവരാണ്. നേരെ മറിച്ച് നൈജീരിയയിൽ വധിക്കപ്പെടുന്നവർ വിശുദ്ധരായിട്ടുള്ള മനുഷ്യരാണ്, അവർ ക്രിസ്ത്യാനികളാണ്. അവര് അന്തിക്രിസ്തുവിന്റെ ആളുകളാൽ കഴുത്തറത്ത് അല്ലെങ്കിൽ വെടിവെക്കപ്പെട്ട് മരിക്കപ്പെടുന്നവരാണ്. സ്കൂളിൽ നിന്ന് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുക, വീടുകളിൽ കയറി ആക്രമിക്കുക, വസ്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൊള്ളയും കൊലപാതകവും റാൻസം പണി ചോദിക്കലും ഒക്കെയാണ് നൈജീരിയയിൽ നടക്കുന്ന നിരന്തരമായ സംഭവങ്ങളെന്ന് നമുക്ക് എവിടെ പരിശോധിച്ചാലും മനസ്സിലാകും. ഇത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലുമുണ്ട്. നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. സുഡാനിലും ഒരു പരിധി വരെ നടക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ മൊത്തം രാജ്യങ്ങളിൽ, വടക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ മുസ്ലിങ്ങളും തെക്കൻ രാജ്യങ്ങളിൽ കൂടുതൽ ക്രിസ്ത്യാനികളുമാണുള്ളത്. ഇനി രാജ്യങ്ങൾ തന്നെ എടുത്തു നോക്കിയാലും മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും തെക്ക് ഭാഗം ക്രിസ്ത്യൻ അധിനിവേശമുള്ളതും വടക്ക് ഭാഗം മുസ്ലിം അധിനിവേശമുള്ളതുമാണ്. അതിൽ സുഡാനിലും നൈജീരിയയിലുമാണ് ഇപ്പോൾ കൂടുതലായി ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നത്. ക്രിസ്ത്യാനികളെ പിടിച്ച് രക്തസാക്ഷികളാക്കുന്ന പരിപാടിയാണത്. അത് ഒരിക്കലും ഈ പറയുന്ന ഹമാസിന്റെ ആളുകൾ മരിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് ഹമാസിന്റെ കുഞ്ഞുങ്ങളുടെ പേരിന്റെ കൂടെ ഇത് ചേർത്ത് പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒന്ന്, മരണമുഖത്തേക്ക് ജിഹാദികൾ തന്നെ തള്ളിവിടുന്ന കുഞ്ഞാണ്. രണ്ട്, വീട്ടിലുറങ്ങുന്ന കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തുകൊണ്ടുപോയി കഴുത്തിറക്കുന്ന അന്തിക്രിസ്തുവിന്റെ ആളുകളുമാണ്. ഇത് രണ്ടും രണ്ട് തരത്തിൽപ്പെട്ടതാണ്.